നമുക്കറിയാം അസാധാരണമായിരിക്കുന്ന വെള്ളപ്പൊക്കങ്ങൾ, കൊടുങ്കാറ്റുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തും കേരളത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രകൃതി വല്ലാതെ ക്ഷോഭിക്കുകയാണ്. അപ്പോൾ ഈ പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോൾ പലരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത് ദൈവമാണ് ചെയ്യുന്നതെന്ന്. ഒരുപക്ഷെ ദൈവമാണ് ഈ പ്രകൃതിക്ഷോഭം വായിക്കുന്നത്. അല്ല, ഈ ലോകത്തിൻ്റെ അധികാരി ആരാണ്? സാത്താനാണ്. യേശുക്രിസ്തു മടങ്ങി വന്നിട്ടല്ലാതെ ഈ ഭൂമിയുടെ അധികാരം ദൈവം ഏറ്റെടുക്കത്തില്ല. അപ്പോൾ ഈ യഥാർത്ഥമായിട്ട് എന്താണ് ഈ ലോകത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ കൂടുന്നത്? അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. സാത്താൻ്റെ അന്ത്യനാളുകളായിരിക്കുന്നു എന്ന് സാത്താൻ അറിവ് കിട്ടിയിട്ട് അവനെ ബോധം വന്നിട്ട് അവനെന്താണ് ഭ്രാന്ത് പിടിച്ച് സകലയും നശിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു കൊലപാതകി അവന് വധശിക്ഷ വിധിച്ചു, അവൻ ജയിലിൽ കിടക്കുകയാണ്. അവൻ്റെ വധശിക്ഷ എന്താണെന്ന് അവൻ അറിയുന്നില്ല. അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ള പല അപ്പീലുകൾ കഴിഞ്ഞിട്ടൊക്കെയാണ് വധശിക്ഷകൾ. അപ്പോൾ അവനൊരു സ്വസ്ഥതയുണ്ട്. എന്നാൽ ഇന്ന് വൈകിട്ട് വന്നിട്ട് അധികാരി പറയാണ്, നാളെ രാവിലെ 5 മണിക്ക് നിന്റെ ശിക്ഷ നടപ്പാക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ഇവനെ രാത്രിയിൽ ഉറക്കം വരുമോ? ഇവൻ എന്താണ് ഭ്രാന്ത് പിടിക്കത്തില്ല? ഇവൻ സുബോധം നഷ്ടപ്പെട്ടവനായിട്ട് സകലനും തകർക്കത്തില്ലേ? കാരണം എന്താണ്, അവൻ ഭ്രാന്തനായിട്ട് മാറുകയാണ്. എന്ന വണ്ണം സാത്താൻ അവൻ്റെ അന്ത്യനാളുകൾ അടുത്തു എന്നുള്ള അറിഞ്ഞിട്ട് എന്താണ് സകലത്തിനെ അവൻ തകർക്കുകയാണ്. എന്നാൽ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്, ദൈവമല്ല ഇത് ചെയ്തത്. എന്നാൽ ഞാൻ ചെന്നൈ പട്ടണത്തെ പറ്റി ഒരു ദർശനം കണ്ടത്. ഞാനൊരു ദിവസം ചെന്നൈ ഞാൻ പോയിട്ടില്ലെങ്കിലും ദർശനത്തിൽ നമ്മൾ ഇതല്ല, ഞാൻ അതിൻ്റെ ഒരു പ്രാന്ത പ്രദേശത്തോട് ഇങ്ങനെ പോകുമ്പോൾ ഒരു മൈക്ക് അനൗൺസ്മെൻറ്റ് കേൾക്കുകയാണ്. എല്ലാവരും വേഗം രക്ഷപ്പെടണം, ചെന്നൈ പട്ടണത്തിലേക്ക് കടൽ കയറുന്നു എന്നാണ് അനൗൺസ്മെൻറ്റ് കേട്ടത്. കേട്ടത് അതുപോലെ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ചെന്നൈക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനല്ലയോ ദൈവപുത്രൻ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ പിശാച് സർവ്വദേശത്ത് നാശം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവം അതിനകത്ത് ഇടപെടും. കാരണം ഇത് സാത്താൻ്റെ ലോകമായതുകൊണ്ട് നമ്മൾ അപേക്ഷിക്കാതെ ദൈവം ഇടപെടത്തില്ല. അപ്പോൾ വരും കാലങ്ങളിൽ ചെന്നൈയിലേക്ക് അസാധാരണമായിരിക്കുന്ന അങ്ങനെ ഒരു സമുദ്രത്തിൻ്റെ ഒരു കടന്നുകയറ്റം ഉണ്ടായിക്കൂടാ എന്നില്ല. അപ്പോഴെന്താണ്, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് പരിഹാസമൊക്കെ നിർത്തി എന്തും സംഭവിക്കാവുന്ന ഈ ലോകത്തിൽ ദൈവത്തിൽ ആശ്രയം വെച്ചും നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, മറ്റുള്ളവരെ രക്ഷിപ്പാനും ദൈവസഭയാണ് ദൈവം അതിനായിട്ട് വെച്ചിരിക്കുന്നത്.